തൃശൂർ കോർപ്പറേഷൻ 17-ാം വാർഡിൽ 2 പറമ്പുകൾ വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്നു. മുല്ലക്കര ആറാംകല്ല് പ്രദേശത്ത് താമസിക്കുന്നവരുടെ ഭവനങ്ങളിലേക്കും റോഡുകളിലേക്കും മയിൽ, പന്നി, മലയണ്ണാൻ, ആഫ്രിക്കൻ ഒച്ച്, പാമ്പ്, പഴുതാര എന്നിവയുടെ ശല്യം രൂക്ഷമാണ്. സ്കൂൾ വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ഇത് ബാധിക്കുന്നുണ്ട്. കാട് മൂടിക്കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കുന്നതിന് ഉടമ തയ്യാറാകുന്നില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി ചിലവ് ഉടമയിൽ നിന്ന് വഹിക്കും. ഇത് കർശനമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അയൽപ്പക്കത്തെ കാട് കയറിക്കിടക്കുന്ന പറമ്പിൽ നിന്ന് പാമ്പ് കടിയേറ്റ് 2021 മാർച്ച് 24-ന് 3 വയസ്സുകാരനായ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സർക്കാർ ഇക്കാര്യത്തിൽ തദ്ദേശ വകുപ്പുകൾക്ക് ഉത്തരവ് കൈമാറിയത്. എന്നാൽ പൊതുജന സുരക്ഷയ്ക്കായി നടപടി സ്വീകരിക്കാൻ പറമ്പുകളുടെ ഉടമകൾക്കും കൈവശക്കാർക്കും നിർദ്ദേശം നൽകണമെന്ന സർക്കാർ ഉത്തരവ് പാഴ്വാക്കാകുന്നു. ഈ പറമ്പുകൾ ആരുടേതാണ് എന്ന നിശ്ചയമില്ലെന്നും നിയമപ്രകാരം കോർപ്പറേഷൻ അധികാരികൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നുമാണ് മുല്ലക്കര ആറാംകല്ല് ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കാവിൽ രാജ് പറയുന്നത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മുല്ലക്കര ആറാംകല്ല് പ്രദേശത്ത് 2 പറമ്പുകളാണ് വർഷങ്ങളായിട്ട് കാട് പിടിച്ചു കിടക്കുന്നത്. അതിൻ്റെ അവകാശികൾ ആരാന്ന് ഇവിടെ നാട്ടുകാർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എൻ്റെ വീടിൻ്റെ സമീപ പ്രദേശത്താണ്, വീടിൻ്റെ മുൻഭാഗത്തും അതുപോലെ തന്നെ വീടിൻ്റെ ഇടതുഭാഗത്തുമായിട്ടാണ് ഈ 2 പറമ്പുകൾ കിടക്കുന്നത്. ഒരു പറമ്പ് 40 സെൻറ്റോളം ഉണ്ട്, മറ്റേ പറമ്പ് 20 സെൻറ്റോളം കാണും. ഇതിൽ മുഴുവനും പാഴ്വൃക്ഷങ്ങളും മറ്റ് കാട് പിടിച്ചു കിടക്കുന്ന സസ്യലതാദികളും നിറഞ്ഞു നിൽക്കുകയാണ്. പാമ്പുകളും ആഫ്രിക്കൻ ഒച്ചുകളും പഴുതാരിയും അതുപോലെ തന്നെ രാത്രിയിൽ പെരിച്ചാഴി, കാട്ടുപന്നി, പകല് മയിലുകൾ ഇവരൊക്കെ ഇവിടെ സഞ്ചാര വ്യവഹാരം നടത്തി നാട്ടുകാർക്കും റോഡിലൂടെ പോകുന്നവർക്കൊക്കെ ഉപദ്രവമായിട്ട് മാറിയിട്ടുണ്ട്. വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യമാണ്. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238, 239, 240 പ്രകാരം കാട് മൂടിക്കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകാവുന്നതാണ്. ജനങ്ങൾക്ക് ഭീഷണിയെന്ന് കരുതുന്ന പക്ഷം വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. പരിഹാര നടപടികൾ ഉടനെ തന്നെ വേണമെന്ന ആവശ്യം പ്രദേശവാസികളിൽ ശക്തമായിരിക്കുകയാണ്. കേരള പ്രണാമം ന്യൂസ്, തൃശൂർ.